എയറോപ്ലെയിനാ പോണു മക്കളെ, ലേറ്റ് എത്തിച്ചിട്ട്. ആ ഓണോ അവിടേക്കെത്തി. എയറോപ്ലെയിൻ ഇങ്ങനെ ആകാശത്ത് കൂടെ ഇങ്ങനെ പോവുക. ജനലും തുറന്നിട്ട് ഇങ്ങനെ ആ ലൈറ്റ് എത്തി ഇങ്ങനെ പോണു മിന്നാമിന്നി പോലെ. അങ്ങോട്ടെത്തിയത് നക്ഷത്രങ്ങൾ കാണട്ടോ. കിളികളൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ. ഈ രാത്രിയിൽ സമയം ഇപ്പോൾ 6 മണിയാവാറായിട്ടോ. അപ്പോഴാണ് ഞാൻ ജനൽ തുറന്നിട്ടത് പുറത്തേക്ക് നോക്കിപ്പോണ്ട് കേട്ടോ. എയറോപ്ലെയിൻ ഇങ്ങനെ പോണു പൊന്നുമക്കളെ, എത്ര രസം. അതാ നക്ഷത്രം അതാ കണ്ണും ജീവിക്കുന്നത്, കാണുന്നുണ്ടോ? അപ്പം അതിലങ്ങനെ പോയി പച്ചയും ചുവപ്പും ലൈറ്റും കത്തിയിട്ടേ. ഞാനും വെളുത്ത കിളികളെ കൊഞ്ചൽ കേൾക്കാൻ എന്ത് രസമല്ലേ. ഇന്ന് കിളികളെ കൊഞ്ചലാട്ടോ. കിളി പാട്ട് പാടുന്നേ. അതാ കാക്ക മുറ്റടിക്കാനുണ്ട് പൊന്നു മക്കളെ, ഇവിടെ തൂർന്നിക്കണ് എൻ്റെ പൊന്നാരേ. രാവിലത്തെ പണി എന്താണെന്ന് വെച്ചാൽ മുറ്റം ക്ലീനാക്കലാണ്. മുറ്റത്ര ഉള്ളു കാര്യം, പക്ഷേ റോഡാണ് ഫുള്ള് ക്ലീനാക്കൽ. റോഡൊക്കെ തൂർന്ന് കിടക്കാൻ കാണിച്ചു തരാം പൊന്നു മക്കളെ. ഇന്നലെ നേരം വിളിക്കുമ്പോൾ തന്നെ കാറ്റുണ്ടായ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എത്ര പോലും ചപ്പാന്നൊക്കെ ഒരുപാട് ചപ്പയൊക്കെ നമുക്ക്. ഇതാ കിളികളെല്ലാം കമ്മി വന്നിട്ട് ഇങ്ങനെ കൊഞ്ചു നോക്കല്ലേ. എന്താ രാവിലെ തന്നെ അവരെ പാട്ടും കേട്ടിട്ട് നമുക്കെല്ലാം രസമല്ലേ. ആക്കണോ അല്ല എല്ലിമാടൊക്കെ അപ്പം തൊട്ടണം. ഇതാ സൂറാവിടെ കുഴ വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ 6 മണിയായാലും ലൈറ്റ് ഉണ്ടാവും. ഇവിടുന്ന് തൊട്ടിട്ട് ആ പോസ്റ്റ് വരെ അടിച്ചു വരും കേട്ടോ. അതന്നെ ഇന്നത്തെ പണി. കുഴങ്ങൊന്നുമില്ല. രാവിലെ നല്ലൊരു എനർജി ഉണ്ടാവും, പിന്നൊക്കെ കണക്ക് തന്നെയാണ്, മൊത്തം ചപ്പായിരിക്കും. അപ്പോൾ ഞാനിതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല അടിച്ചു വരാത്ത കൂടെ ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം തന്നെ റോട്ടിലാകെ ചപ്പാണ്. പ്ലാവിൻ്റെ ഇല നിറച്ചിങ്ങോട്ട് ചാടിച്ച്. ഇതൊക്കെ ഇനി നേരാക്കണമെങ്കിലുള്ള പാടാണ്. ഒരു ദിവസം അടിക്കാതെ ഇരുന്നപ്പോൾ തന്നെ ഇത്രമാത്രം ചപ്പ് അവിടെ പരന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് റോഡാണ്.
അതാണ് വരുന്ന റോഡ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പാവൻ്റെ അടുക്ക് പോണ റോഡ്. ഇങ്ങനെ എൻ്റെ അടുക്ക് പോണ റോഡ്. കുറേ ഡപ്പറും കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉഷാറായിട്ട്. ഇവിടേക്കാണ് അടിച്ചൊരു കൊട്ടിയിലാക്കില്ല. കുറേ പടകളുണ്ട്. ഇത് മൊത്തം ഡപ്പർ കാടായിരുന്നു കേട്ടോ. ഒക്കെ വെട്ടി ഒതുക്കിയിട്ട് ഇപ്പോൾ ഒരു ഒന്നുമില്ലാത്തൊരു മാതിരി സ്ഥലമായിട്ട് മാറ്റി വെച്ചിട്ടോ. അതാ മൊബൈലിൻ്റെ കാല് ഉണ്ടോ, പവർ കാല്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളെ റൂട്ട് കേട്ടോ. ഇതിലങ്ങനെ പോയിച്ചോ. അപ്പോൾ ഒരുപാട് പണികളുണ്ട്. നമ്മൾ അടിച്ചു പോരാത്തത് തന്നെ ഇന്നലത്തെ കാണാൻ ഇവിടെ ഉണ്ടല്ലോ. ഒരരുക്കൂടെ സൈഡിലാണ് ചപ്പൊക്കെ പോയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ പോയില്ലേ. ഒരു ലോങ് ടൂർ പറഞ്ഞായിരുന്നു. ആ ലോങ് ടൂറാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ പരിസരം എല്ലാതും കണ്ടല്ലോ. നമ്മൾ ലോങ് ടൂറാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങനെയാണല്ലോ. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട് കേട്ടോ. ഇത് നമ്മളെ ഇടയിലൂടെ ഒരു റോഡ് പാസ് ചെയ്യുന്നുണ്ട്. ആ തറവാട്ടിലുള്ള റോഡാട്ടോ. ഇതാണ് എൻ്റെ വീട്, എൻ്റെ കൊട്ടാരം, എൻ്റെ സാമ്രാജ്യം. നിങ്ങളല്ലേ കോടികളുള്ള വിലക്കുള്ള വീടുണ്ട്. സെലിബ്രിറ്റി ആയതുകൊണ്ട് വീടൊന്നുമില്ല. ഇതാ ഒരു കൊച്ചു വീട്, 2.4 സെൻറ്റിൻ്റെ ഒരു കൊച്ചു വീട്. അതാണ് നമ്മളെ സാമ്രാജ്യം. അതെന്താ വിചാരിച്ചിരിക്കുന്നത്? നമ്മൾ വലിയ കോടീശ്വരന്മാരൊന്നുമല്ല, സാധാരണക്കാരത്തിൽ കുടുംബവും. പക്ഷേ കണ്ടാലോ നിങ്ങൾ തോന്നും ഞാൻ വലിയ സ്റ്റാൻഡേർഡ്. മുതലൊന്നും ഇല്ലെങ്കിലും സ്റ്റാൻഡേർഡിന് ഒരു കുറവില്ല. അപ്പം നമ്മൾ ഈ റോട്ടിൽ കൂടെ അങ്ങനെ നടക്കുകയല്ലോ. വാസിലെ പെരകൾ കുറേ ഉണ്ട്. നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട്. ഓട് പെരയൊക്കെ കുറവാണ്. ഇപ്പോൾ നല്ല നല്ല വീടുകളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. ഈ റോഡ് മൊത്തം അടിച്ചു ഒരിഞ്ഞിട്ടോ. പക്ഷേ ഇപ്പോൾ നോമ്പായതുകൊണ്ട് എനിക്ക് സാധ്യമല്ല. തേക്കൊക്കെ ഇപ്പോൾ തേക്കലോട് തീപ്പടൊക്കെ നിറച്ച് തേക്കല്ലേക്കാരം. അവിടുന്ന് ആ പോസ്റ്റ് തൊട്ടിട്ട് ഈ പോസ്റ്റ് വരെ, അത് മൊത്തം ഈ റോഡ് ലാസ്റ്റ് വരെ ഞാൻ അടിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ നോമ്പില്ലാത്തുമ്പോൾ ഇപ്പം എനിക്ക് സാധ്യമല്ല. എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് 2 പോസ്റ്റ് വരെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഏതിലാണ് പോകുന്നറിയോ? ആ പഞ്ചായത്ത് റോഡ് ഈ വരെ ഞാൻ അടിച്ചു വരലുണ്ട് എന്നാണ് പറയണത്. ആർക്കെങ്കിലും കഴിയും മറ്റു മക്കളെ. ഈ പോസ്റ്റ് മൊത്തം ലൈറ്റ് കെടുത്തിട്ടില്ല. അത് കെടുത്താനും പോട്ടെ. എത്ര ആളതി കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് കണ്ടറിയില്ല. അയ്യോടാ അതെന്താ മാങ്ങ വീണിക്കണോ? വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ എങ്ങനെ ലാസ്റ്റ് ഇവിടെ തീക്കു ചപ്പുണ്ടാവും കേട്ടോ. ഇപ്പോൾ വലിയ പ്രാവശ്യമല്ല. അവിടെ ഒരു മുള ഉണ്ടായിരുന്നു. ആ ചപ്പ് മൊത്തം ഇങ്ങോട്ട് വരലാണ്. ഈ റോഡ് മൊത്തത്തിൽ ലാസ്റ്റാണ്. ആ റോഡിൽ നിന്ന് ലാസ്റ്റ് റോഡാണ്. ഇതുവരെ ഞാൻ അടിച്ചു വരലുണ്ടായിരുന്നു. അപ്പം എനിക്ക് സാധ്യമല്ല നോമ്പായതുകൊണ്ട്. ഇങ്ങനെ പോയാൽ മദ്രസയുടെ അവിടേക്കെത്തും. ഇങ്ങനെ പോയാൽ പുഴയ്ക്കെത്തും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് തന്നെ ആടനെ പോവുക കേട്ടോ. തിരിച്ച് റോട്ടിൽ നിന്നാണ് പോവുക. നമുക്ക് മുറ്റടിക്കാണ്ട്. വലിയ വീടുകളാണ്.
സൂപ്പർ വീടാട്ടോ. അങ്ങനെ അടിച്ചു കട്ടൊക്കെ വെച്ചു. നമ്മളെല്ലാ വീടുകളും കണ്ട് ഞങ്ങൾ ഒരുപാട് വീടുകൾ, അടുപ്പ് കല്ല് വരെ വീടുകളാണ്, മൊത്തം വീടാണ്. അവിടെ കള്ളന്മാരൊന്നും വരില്ല. എപ്പോഴും സൗണ്ട് കാര്യങ്ങളും 10-11 മണിയാകുമ്പോഴും ഇവർ കടന്നുറങ്ങുള്ളൂ. അപ്പം സെലൂക്കിഷൻ വളപുരത്തിനെ കണ്ടില്ലേ? നമ്മളെ നാട് കണ്ടില്ലേ? റോഡ് കണ്ടില്ലേ? പരിസരം കണ്ടില്ലേ? ഒക്കെ കണ്ടില്ലേ? ഇനി മക്കളെ ചെടി നനക്കാണ്ട് മുറ്റ അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. ഇവിടെയൊക്കെ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുന്ന വെള്ളമൊക്കെ കുത്തി ഒലിച്ച് മഴ പെയ്താൽ മൊത്തം വീട്ടിലത്തെ വെള്ളം ഇങ്ങടാ വരും കേട്ടോ. അപ്പോൾ കുത്തി ഒലിച്ച് പോയിട്ട് മണ്ണൊക്കെ ഇവിടെ പാതാളയിക്കണം. കോഴികളൊരു വൈക്കാക്കിക്കണം. പക്ഷെ പൊന്നെ ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് ഗ്ലാസ്സാണ്. ഇങ്ങനെ ചെരിച്ച് വാർത്തിക്കുകയാണ്. മറ്റുള്ള ഈ വീടാണെങ്കിൽ ഇതിനോട് ചാരിയിട്ടുള്ള വീടായതുകൊണ്ട് റാക്കൊന്നും പറ്റില്ല. നമ്മൾ സൺസൈഡൊന്നും കൊടുക്കാതെ ഒന്നായിട്ട് ഇങ്ങോട്ട് ചെരിച്ച് വാർത്തിക്കുകയാണ്. പിന്നെ കുറച്ച് വാർപ്പ് ഓടലാക്കിയിട്ട് ഓടാക്കി മാറ്റി കേട്ടോ. അത് നമ്മളെ തറവാട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ എൻ്റെ പൊന്നു മക്കളെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പൈസ ചെയ്യും. അസ്സലാമു അലൈക്കും. നമ്മളെ ഫ്രണ്ട് വാതിലാണ് കേട്ടോ, തുറന്ന് കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും. കായ്.